ഈശ്വര, എൻ്റെ പെമ്പറന്നോരൊരു മന്ദബുദ്ധിയായത് എൻ്റെ ഭാഗ്യം. പെണ്ണുങ്ങളായ ഇങ്ങനെ മന്ദബുദ്ധികളാകണം, ഒട്ടും കുറയരുത്. എന്തായാലും ദൈവം അറിഞ്ഞു തന്നെയാണ് ഇങ്ങനെയൊരു പെമ്പറന്നോരെ തന്നത്. ദൈവമേ കൈതൊഴ. എൻ്റെ ഭാര്യ ഒരു മന്ദബുദ്ധിയാണെന്ന് എനിക്ക് മനസ്സിലായത് എൻ്റെ കല്യാണം നിശ്ചയിച്ചപ്പോഴാണ്. എന്നെ കെട്ടാൻ സമ്മതിച്ചത് തന്നെ അവൾക്ക് ബുദ്ധിയില്ല എന്നതിനൊരു ഉത്തമ ദൃഷ്ടാന്തമാണല്ലോ. ഒട്ടനവധി പെണ്ണുങ്ങൾ എന്നെ കെട്ടേണ്ടി വന്നാൽ കെട്ടിത്തൂങ്ങി ചത്തുകളയുമെന്ന് സ്വന്തം രക്ഷകർത്താക്കളോട് പറഞ്ഞിട്ടുള്ളതായി എനിക്കറിയാം. അതാണല്ലോ എൻ്റെ കല്യാണം നീണ്ടുപോയത്. ഞാൻ എന്തു പറഞ്ഞാലും അത് അപ്പടി എൻ്റെ ഭാര്യ വിശ്വസിക്കും. ഒരു സംഭവം ഞാൻ ഓർക്കുന്നു. ഒരു ദിവസം മിസ് വനജയെയും പുറകിലിരുത്തി എൻ്റെ സൂപ്പർ ബജാജ് സ്കൂട്ടറിൽ ഒരു സിനിമ കാണാൻ പോയി. വനജയെ പുറകിലിരുത്തിക്കൊണ്ടുള്ള ആ യാത്ര വളരെ ആനന്ദപ്രദമായിരുന്നു, പ്രത്യേകിച്ചും സഡൻ ബ്രേക്ക് അടിക്കുമ്പോൾ. പക്ഷേ വീട്ടിലെത്തിയപ്പോൾ സംഗതി ആകെ മാറി. പൂമുഖവാതിലിൽ പൂതനയെ പോലെ നിൽക്കുന്നു ശ്രീമതി. എൻ്റെ ഉള്ളൊന്ന് കാളി. അവൾ ചോദിച്ചു കടുപ്പത്തോടെ, ഇന്ന് സ്കൂട്ടറിൽ ആരോടൊപ്പമായിരുന്നു സവാരി? എൻ്റെ നെഞ്ചു പടപടാന്നിടിച്ചു. ഞാൻ യോഗ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിയും. ശാന്തതയോടെ സംയമനത്തോടെ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നെ, നിന്നെപ്പോലെ ഇത്ര സുന്ദരിയും സുശീലയുമായ ഒരു ഭാര്യയുള്ളപ്പോൾ ഞാൻ എന്തിന് അത് ചെയ്യണം? നല്ല കുതിരയുള്ളപ്പോൾ ആരെങ്കിലും കഴുതപ്പുറത്ത് സഞ്ചരിക്കുമോ? എൻ്റെ ഗുരുവേ, ഞാൻ പറഞ്ഞത് അവൾ അപ്പടി വിശ്വസിച്ചു. ഓ, എനിക്കപ്പോഴേ തോന്നി ആ ആനി പുടുവാസടിച്ചതാണെന്ന്. ആ എരുമ പറയുന്നത് വിശ്വസിക്കല്ലേ, അവൾ വിഷമാ, എലി വിഷം. ഞാൻ അമറി. ആനിയെ എരുമ എന്ന് വിളിച്ചത് ഭാര്യയ്ക്ക് നന്നേ രസിച്ചു. മറ്റു പെണ്ണുങ്ങളെ സ്വഭർത്താവ് ആക്ഷേപിക്കുന്നത് ഏതൊരു ഭാര്യയ്ക്കും ഇഷ്ടമുള്ള സംഗതിയാണല്ലോ. അന്ന് രാത്രി 1 മണിക്കൂർ ഞാൻ കുളിമുറിയിൽ കയറിയിരുന്ന് ചിരിച്ചു. എൻ്റെ സ്വഭാവം അതാണ്. ആരെങ്കിലും പറ്റിച്ചാൽ രഹസ്യമായിരുന്ന് ഒരുപാട് ചിരിക്കും. വേറൊരു ദിവസം മിസ്സസ് രാമചന്ദ്രന്റെ പെയിന്റിങ്സ് കാണാൻ പോയി. അത് കഴിഞ്ഞ് വീടിന് പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ ദേഹത്താകെ മിസ്സസ് രാമചന്ദ്രന്റെ ദേഹത്തിന്റെ വാസനയും അവരുടെ മുഖത്തൊരു കള്ളച്ചിരിയും. വീട്ടിലെത്തിയപ്പോൾ ഭാര്യ എൻ്റെ ശരീരമാകെ ഒന്ന് കാണിച്ചു. ഇന്നെന്താ ഒരു പ്രത്യേക മണം? അവൾ ചോദിച്ചു. എൻ്റെ അമ്മോ, ഈ മിണ്ടാപ്രാണികൾക്ക് ഒടുക്കത്തെ ഘ്രാണശക്തി തന്നെ. എടി, ഞാനിന്നൊരു തിരക്കുള്ള ബസ്സിൽ കയറി. ഓ, ആകെ ദുർഗന്ധം. അവൾ അത് വിശ്വസിച്ചു. മാന്ദബുദ്ധി. ഞാൻ അന്നും കുളിമുറിയിൽ കയറി ഒരുപാട് ചിരിച്ചു. പിന്നെ എത്രയെത്ര തവണ അവളെ പറ്റിച്ചിരിക്കുന്നു. അതൊക്കെ ഓർത്താൽ ചിരിച്ച് ചിരിച്ച് ചാവും. ഇന്നും വളരെ വൈകി. രാജേന്ദ്രൻ ഇന്ന് രാവിലെ ഡൽഹിക്ക് പോയി. അതുകൊണ്ട് അവന്റെ ഭാര്യ സിന്ധുവിന് ഒരു കമ്പനി കൊടുത്തു. സിന്ധുവിനും അതൊരു ചേഞ്ച് ആയെന്ന് തോന്നുന്നു. ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോഴുണ്ട് വീടിന് പുറകുവശത്ത് ഭയങ്കര ഒച്ച കേട്ടു, ആരോ ഓടുന്നത് പോലെ. ഞാൻ ധൈര്യം സംഭരിച്ച് വീടിന് പുറകുവശത്തേക്ക് പാഞ്ഞു. എനിക്ക് ആരെയും കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ വീടിന് പുറകിലെ വേലി പൊളിഞ്ഞു കിടക്കുന്നതായി കണ്ടു. ആരാണ് ഈ വേലി പൊളിച്ചത്? വല്ല കള്ളന്മാരും? അതോ? കൂടുതൽ നേരം അവിടെ ഒറ്റയ്ക്ക് നിന്നാൽ എനിക്ക് പേടിയാകും. അതുകൊണ്ട് വേഗം ഞാൻ ഭാര്യയെ ഉറക്കെ വിളിച്ചു. എടീ കവിതേ. ധൃതി പിടിച്ച് അവൾ ഇറങ്ങി വന്നു. അവളുടെ മുഖത്ത് പരിഭ്രമം. എന്താ ചേട്ടാ? എടി, ആരാ ഇപ്പോൾ ഇവിടെ നിന്നിറങ്ങി ഓടിയത്? ഒരു ഭർത്താവിന്റെ ആദിപുരാതനമായ സംശയത്തിന്റെ മുള്ള് ഞാൻ അവൾക്ക് നേരെ എറിഞ്ഞു. എന്നിട്ട് അവളുടെ കണ്ണിലേക്ക് തുറിച്ചു നോക്കി. പെണ്ണിന്റെ കള്ളം കണ്ണിലറിയാം. പക്ഷെ അവളുടെ കണ്ണിൽ ഒരു 2-2.5 കിലോ നിഷ്കളങ്കതയല്ലാതെ മറ്റൊന്നും ഞാൻ കണ്ടില്ല. ഓ, അത് വല്ല പട്ടിയോ മറ്റോ ആയിരിക്കും, അവൾ നിസ്സാര മട്ടിൽ പറഞ്ഞു. ഞാൻ ആലോചിച്ചു, ഒരു പട്ടിക്ക് വേലി ഇങ്ങനെ മുച്ചൂട് നശിപ്പിക്കാൻ പറ്റുമോ? ഓ, ഇപ്പോ പെണ്ണുങ്ങൾ വിമാനം പറത്തുന്നു, പിന്നെ ഒരു പട്ടിക്ക് ചെറിയ വേലി. നാളെ തന്നെ കുറച്ച് വിഷം വാങ്ങിക്കൊണ്ടുവരാം, എല്ലാ പട്ടികളെയും കൊല്ലണം എന്ന് പറഞ്ഞ് ഞാൻ ആ അധ്യായത്തിന് വിരാമം വിട്ടു. അതിനുശേഷം ഭാര്യ നിർബന്ധിച്ചു വിളമ്പിത്തന്ന 1.5 കിലോ അരിയുടെ ചോറ് അവളുടെ നിർബന്ധത്തിന് വഴങ്ങി കഴിക്കുന്നു എന്ന നാട്യത്തിൽ വെട്ടി വിഴുങ്ങിയതിനു ശേഷം സുഖകരമായൊരു മൂത്രമുട്ടലിന്റെ ലഹരിയിൽ വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ കുളിമുറിയിൽ നിന്നും അവളുടെ പൊട്ടി പൊട്ടിയുള്ള ചിരി കേട്ടു.